തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു. ചികിത്സാ പിഴവിനെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് അണുബാധയേറ്റു. അങ്ങനെയാണ് കരിക്കകം സ്വദേശി ശിവപ്രിയ മരിച്ചത് എന്നതാണ് ബന്ധുക്കളുടെ ആരോപണം. ആശുപത്രിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. അവർ കറക്റ്റായിട്ട് നോക്കിയിരുന്ന ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ ആയിരുന്നെങ്കിൽ തന്നെ അവർ നോക്കിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തിനാണ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടത്? ഡിസ്ചാർജ് ചെയ്ത് വിട്ട പേഷ്യൻറ്റ് തിരിച്ച് പിന്നെ അവിടെ തന്നെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവിടെ പറ്റാതെ ലാസ്റ്റ് ഇങ്ങോട്ടാക്കി. പെയിൻ വന്ന് അതിനുശേഷം പനിയും വന്ന് അങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഈ ഇൻഫെക്ഷൻ വന്നത് എങ്ങനെയാണെന്ന് ആർക്കൊരു പിടിയുമില്ലായിരുന്നു. പിന്നീട് ഈ ഇതിൻ്റെ കാര്യം, ഈ ബാക്ടീരിയയുടെ കാര്യം കണ്ടുപിടിക്കാൻ തന്നെ 4 ദിവസം എടുത്തു. ഈ 4 ദിവസം കൊണ്ട് എവിടെയൊക്കെ കയറണം അവിടെയൊക്കെ കയറിയിട്ടുണ്ട്. പിഴവ് എവിടെയാണ് ഉണ്ടായത്? പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെതായ ജസ്റ്റിസും വേണം. എൻ്റെ ചേച്ചിക്ക് ജസ്റ്റിസ് വേണം. ഇത്രയും ദിവസം കിടന്ന് എൻ്റെ ചേച്ചിയാണ് അനുഭവിച്ചത്. കഴിഞ്ഞ മാസം 22-നായിരുന്നു SAT ആശുപത്രിയിൽ ശിവപ്രിയയുടെ പ്രസവം. 25-ന് ആശുപത്രി വിട്ടെങ്കിലും പനി ബാധിച്ച് അടുത്ത ദിവസം ആശുപത്രിയിലേക്ക് തിരികെ എത്തി. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. ശിവപ്രിയയ്ക്ക് എല്ലാ ചികിത്സയും നൽകിയെന്നാണ് SAT ആശുപത്രിയുടെ വിശദീകരണം. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, മറ്റൊരു ചികിത്സാ പിഴവിൻ്റെ കൂടി പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ അണുബാധയുണ്ടാകുന്നു, ആരോഗ്യനില വഷളാകുന്നു, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു, മരണം സംഭവിക്കുന്നു. അതാണ് ഇന്ന് ഉണ്ടായത്. എങ്ങനെയാണ് ഈ അണുബാധ വന്നത്, പനി ബാധിച്ചത്? അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് എന്നതിലൊക്കെ കുടുംബം വലിയ ആരോപണം ഉന്നയിക്കുകയാണ്. ആശുപത്രി അധികൃതർ ഇതെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്നു. വിശദാംശങ്ങൾ. അനുജ, തീർച്ചയായും തിരുവനന്തപുരം SAT ആശുപത്രിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്. ആശുപത്രിയുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ് കുടുംബത്തിന്റെ പരാതി. കാരണം കഴിഞ്ഞ മാസം 22-നാണ് ഈ കരിക്കകം സ്വദേശിയായ ശിവപ്രിയയുടെ പ്രസവം SAT ആശുപത്രിയിൽ നടക്കുന്നത്. പ്രസവശേഷം 25-ാം തീയതി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ശിവപ്രിയ ആശുപത്രി വിട്ടിരുന്നു. പക്ഷേ പിറ്റേ ദിവസം മുതൽ പനി ആയി. പിന്നീട് രോഗം മൂർച്ഛിച്ചതോടുകൂടി തന്നെ 26-ാം തീയതി വീണ്ടും SAT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് പോലും ശിവപ്രിയയുടെ ആരോഗ്യനില മോശമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ശിവപ്രിയയെ മാറ്റി. അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിൽ ശിവപ്രിയ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി മരണം സംഭവിച്ചു എന്നതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അണുബാധയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് നിലവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ SAT ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം ഈ ശിവപ്രിയയ്ക്ക് ലഭിച്ചില്ല എന്നതാണ് കുടുംബം പരാതിയായി ഉന്നയിക്കുന്നത്. അതുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ SAT ആശുപത്രിക്ക് മുന്നിൽ കുടുംബം പ്രതിഷേധിക്കുന്നത്. 2 കുട്ടികളാണ് ശിവപ്രിയയ്ക്കുള്ളത്. 2ാമത്തെ പ്രസവമായിരുന്നു. ഇപ്പോൾ ശിവപ്രിയയുടെ കുഞ്ഞുങ്ങളുമായി ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് SAT ആശുപത്രിയിൽ ഒരു പ്രതിഷേധവുമായി തന്നെ എത്തുന്നത്. തങ്ങൾക്ക് നീതി വേണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.